എനിക്കൊപ്പം ഉള്ളത് ചൂരൽമലയിലെ സുൽഫിക്കറും സൗജലുമാണ്. സുൽഫിക്കറിൻ്റെ വീട് ഈ ഉരുൾപൊട്ടൽ നഷ്ടപ്പെട്ടു, വാഹനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ വാഹനം ഈ ഭാഗത്തുണ്ട്, ഈ വില്ലേജ് റോഡ് ഭാഗത്തുണ്ട് എന്നൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിച്ച് വന്നതാണ് സുൽഫിക്കർ. അപ്പോഴാണ് ഇവിടെ നിന്നൊരു പൂച്ചയെ ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് വന്നത്? എങ്ങനെയാണ് പൂച്ച? വണ്ടി മിസ്സായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരാൾ പറഞ്ഞു വണ്ടി കാണുന്നുണ്ട്, ചുവന്ന വണ്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ ചുവന്ന വണ്ടി എൻ്റെ വണ്ടിയല്ല. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് താഴത്ത് പോയപ്പോൾ എൻ്റെ വണ്ടി ടയർ മാത്രമേ ബാക്കിലായിട്ട് ടയർ മാത്രം കണ്ടു. അത് കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു പൂച്ചൻ്റെ കരച്ചിൽ കണ്ടു. അത് ഞാൻ നോക്കിയിട്ട് ഒന്ന് ചെന്നപ്പോൾ പൂച്ചക്കുട്ടി അവിടെ ഉണ്ട്. വീട് പൂട്ടിയിട്ടൊന്നുമില്ല, മുന്നിൽ തന്നെ ഉള്ളത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത്? വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്. വീട് തകർന്ന അവസ്ഥയിലാണ്? ഇല്ല, വീട് തകർന്നിട്ടില്ല. വീട്ടിൽ താമസക്കാരൊന്നുമില്ല, ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നും കഴിച്ചില്ലാന്ന് തോന്നുന്നു. ഒന്നും കഴിച്ചില്ല എന്ന് ഇതിൻ്റെ വയറൊക്കെ കുടുകുടുന്ന് പറയുന്നുണ്ട്. ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും ഭക്ഷണമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിടാതിരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. എനിക്കാണെങ്കിൽ പിന്നെ ഇതിലാണ് വീടില്ലല്ലോ, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം എന്നുള്ള ഇതിലാണ്. ക്യാമ്പിലാണ് താമസം. അപ്പോൾ പറ്റുമെങ്കിൽ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും, അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭക്ഷണമുള്ള സ്ഥലത്ത് ഇതിനെ വിടാന്ന് വിചാരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവരാണ് ചൂരൽമലയിലുള്ള ആളുകൾ, മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകൾ. ഇത്തരത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു പുതിയ മാതൃക കാണിക്കുകയാണ് സുൽഫിക്കറിനെ പോലെയുള്ള ആളുകൾ. ചൂരൽമലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ.